ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദീപാസ് കിച്ചൺ. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുകയാണേ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു തേങ്ങ ചുട്ടരച്ച ചമ്മന്തിയാണേ. ചോറിൻ്റെ കൂടെ ഈ ചമ്മന്തി മാത്രം മതി നമുക്ക് കഴിക്കാൻ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അരമുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചുട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് അതിന് മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്ത സൈഡും കൂടെ തിരിച്ചു വെച്ചിട്ടുണ്ട് തേങ്ങ. ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ തേങ്ങ ചിരട്ടയിൽ നിന്ന് വിട്ടു മാറി വരുന്നത്. ഇതേപോലെ നല്ല പോലെ സ്മോക്ക് ഒക്കെ വന്ന് കിട്ടണേ, എങ്കിൽ മാത്രമേ നമ്മുടെ ചമ്മന്തിക്ക് ആ ചുട്ട ചമ്മന്തിയുടെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നാട്ടിലൊക്കെ സാധാരണ നമ്മൾ അടുപ്പിലിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അതിൻ്റെ സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് സ്റ്റൗവിൽ വെച്ച് ഇങ്ങനെ എടുക്കുന്നത്. നല്ലതുപോലെ ചുട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. തണുത്ത ശേഷം ഇതേപോലെ ഇളകി കിട്ടുവേ. മൂന്ന് വറ്റൽമുളക് ഇതേ രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണേ. ഇതിപ്പോൾ റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റാം. 10 ചെറിയ ഉള്ളിയാണ്. ഇതൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം ഒന്ന് ബ്രൗൺ ആയി വരട്ടെ. ചെറിയ ഉള്ളിയും കറിവേപ്പിലയൊക്കെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് കിട്ടണം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. തേങ്ങയെല്ലാം ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മിക്സിയുടെ ചെറിയ ജാറാണ്. അതിലേക്ക് തേങ്ങയൊന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ട് വരാം. ഇതുപോലെ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി, 3 വറ്റൽമുളക്, ഇതേ വലുപ്പത്തിൽ പുളി, വാളംപുളിയാണേ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതേ രീതിയിൽ വേണേ ഇങ്ങനെ ഒന്ന് അരച്ചെടുത്തിട്ട് വരണേ. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് കുഴച്ചെടുക്കാവേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് ഫ്രണ്ട്സ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് പഠിപ്പിച്ചു തന്നത് എൻ്റെ വല്യമ്മച്ചിയാണേ. ചൂട് ചോറിൽ ഈ ചമ്മന്തിയും കൂട്ടി കഴിക്കുമ്പോൾ എന്ത് ടേസ്റ്റ് ആണെന്ന് അറിയാവോ. ഇത് മാത്രം മതി ഫ്രണ്ട്സ് ചോറ് കഴിക്കാൻ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ഇതേ രീതിക്കാണ് നമുക്ക് ചമ്മന്തി കിട്ടിയേക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.